ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തം. ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് തുടങ്ങിയ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നിയമനിർമ്മാണം ആവശ്യപ്പെടുകയാണ് വിശ്വാസികൾ. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ആചാര സംരക്ഷണ കൂട്ടായ്മകൾ ശക്തിപ്പെടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ലിഷോയ് തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് പുത്തൂരിൽ നിന്നും ജി പ്രസാദ് കുമാറും ഒപ്പമുണ്ട്. ആദ്യം നമുക്ക് ലിഷോയിലേക്ക് പോകാം വിശദാംശങ്ങൾക്കായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. പൂരം സുഗമമായി നടക്കുമോ ഇല്ലയോ എന്ന ഒരു സംശയത്തിലാണ് വിശ്വാസികൾ എല്ലാവരും. മാത്രമല്ല, അതിൻ്റെ കടുത്ത ആശങ്കയിലുമാണ്. ഈ ചട്ടങ്ങൾ മാറ്റി പുനഃപരിശോധിച്ച ഒരു നിയമനിർമ്മാണം സർക്കാർ നടത്തിയിരുന്നു എങ്കിൽ എന്ന പ്രതീക്ഷയിലാണ്. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? വിശ്വാസികളൊക്കെ എന്താണ് പറയുന്നത്? തീർച്ചയായും, അതായത് ഒരു വലിയ വിശ്വാസം അത് മുറുകെ പിടിക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു സംസ്കാരം അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൻ്റെ എല്ലാം ഭാഗമായി തന്നെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ നടക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് ഇപ്പോൾ വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ തെക്കേ ഗോപുരനടയിലാണ്. തെക്കോട്ടിറക്കം നടക്കുന്ന സ്ഥലം, കുടമാറ്റം നടക്കുന്ന സ്ഥലം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ തിങ്ങി നിറഞ്ഞാണ് ആളുകൾ ഈ ഉത്സവവും പൂരവും, അതായത് പ്രത്യേകിച്ച് കുടമാറ്റവും എല്ലാം തന്നെ കാണാനായി എത്താറുള്ളത്. പക്ഷേ ഇപ്പോൾ ചെറിയ ആശങ്കകളിലാണ്. കാരണം തൃശ്ശൂർ പൂരം മാത്രമല്ല, കേരളത്തിലെ എല്ലാ പൂരങ്ങളും അവസാനിക്കുമോ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശങ്ക പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം. അതിന് പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം മാത്രമല്ല, തൃശ്ശൂർ പൂരത്തേക്കാൾ വളരെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരമുണ്ട്, പെരുവനം പൂരമുണ്ട്. കൂടാതെ പല തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല പൂരങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ഈ ആനകളുടെ എല്ലാം തന്നെ സാന്നിധ്യം വളരെയധികം ആവശ്യമുള്ളതും അതിനോടൊപ്പം തന്നെ ഈ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായാൽ, കർശനമായി പാലിക്കപ്പെട്ടാൽ അത് പല ചടങ്ങുകളും മുടങ്ങിപ്പോവുക തന്നെ ചെയ്യുന്ന പല പൂരങ്ങളുമുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ കുറച്ച് പൂരപ്രേമികളുണ്ട്. പൂരപ്രേമി സംഘത്തിൻ്റെ പ്രസിഡന്റ് അല്ലേ വിനോദേട്ടൻ? കൺവീനറാണ് വിനോദേട്ടൻ ഉണ്ട്. വിനോദേട്ടൻ പൂരങ്ങളെക്കുറിച്ച് വലിയ റിസർച്ചൊക്കെ നടത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതാറുള്ള ഒരാളാണ്. വിനോദേട്ടൻ, നമ്മുടെ പൂരങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഈ ആനകളുമായി ബന്ധപ്പെട്ട നിയന്ത്രണം കർശനമാക്കിയത്? തൃശ്ശൂർ പൂരത്തെ മാത്രമല്ല, മൊത്തത്തിലുള്ള കാര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ. ചിങ്ങമാസത്തിലെ തൃക്കാക്കര ഉത്സവം മുതൽ മിഥുനമാസത്തിൽ നടക്കുന്ന കൊട്ടിയൂർ ഉത്സവം വരെയാണ് ശരിക്കു പറഞ്ഞ കേരളത്തിലെ ഒരു ഉത്സവകാലം. ഈ പറയുന്ന ഉത്സവങ്ങളൊന്നും തന്നെ ഈ ആന നിയന്ത്രണങ്ങൾ വെച്ച് നടപടിയാവുന്ന കാര്യമല്ല, നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് 100% വ്യക്തമാണ്. ഒരു പരിപാടി നിർത്തലാക്കുന്നു എന്ന് പറയുന്നതിനു പകരം അത് നടത്താൻ പറ്റാത്ത രൂപത്തിൽ കോടതി അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി സർക്കാർ കൃത്യമായി ഇടപെട്ടാൽ മാത്രമാണ് ഈ പൂരങ്ങൾ, ലോകപ്രശസ്തിയാർജിച്ച തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ ആയിരക്കണക്കിന് 1442ാമത് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളൊക്കെയാണ് വരുന്നത്. ഈ പൂരങ്ങളിലെ തൃശ്ശൂർ ജില്ലയിലെ 6 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ പെട്ട ദേവീദേവന്മാർ പെരുവനത്തും ആറാട്ടുപുഴയിലും ഒത്തുചേരുകയാണ്. 24 പേര്. ഈ ഒത്തുചേരലുകൾ, അവരുടെ കൂടിക്കാഴ്ചകൾ, മേളങ്ങൾ, പഞ്ചവാദ്യങ്ങൾ എന്നു വേണ്ട നിരവധിയായ പരിപാടികൾ. ഇത് അതുപോലെ തന്നെ മേളപ്രധാനമായ കുട്ടനല്ലൂർ പൂരം, ഇന്ന് തീവെട്ടിയുടെ മാത്രം വെളിച്ചത്തിൽ കുംഭമാസത്തിലെ പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി നടത്തുന്ന കുട്ടനല്ലൂരിലെ 4 മണിക്കൂർ നീളുന്ന പഞ്ചാരി മേളം. അതുപോലെ തന്നെ ഉത്രാളിക്കാവ് വേല, ദ്രാവിഡ സംസ്കാര കാലഘട്ടം മുതൽ തന്നെയുള്ള കാളി ആരാധനയുടെ, അമ്മ ദൈവാരാധനയുടെ ഭാഗമായുള്ള ഉത്രാളിക്കാവ് വേലയിലെ ആനയെഴുന്നള്ളിപ്പ്. ഒരുപാട് പൂരങ്ങൾ ഇങ്ങനെ പ്രതിസന്ധിയിലാകും. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 1442 വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരം എന്നൊക്കെ പറയുമ്പോൾ 13 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളൊക്കെ ഉള്ളതാണ്. 13 അതോ അതിൽ കൂടുതലുണ്ടോ? 28 ദിവസത്തെ ചടങ്ങുകളുണ്ട്. പക്ഷെ 14 ദിവസം അതിന്റെ തുടർച്ചയായി ദേവീദേവന്മാരുടെ പോക്ക് വരും. അതിനൊക്കെ ഈ ആന എഴുന്നള്ളിപ്പ് വളരെ ഇതാണ്. കാരണം ആനപ്പുറത്താണ് അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് മുഴുവൻ നടക്കുന്നത്. അതുപോലെ തന്നെ പെരുവനം നടവഴി എന്ന് പറയുമ്പോൾ മേളത്തിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് അവിടെയാണെന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പെരുവനം നടവഴിയിൽ 7 ആന നിരന്ന് നിന്നിട്ടുള്ള ഒരു മേളവും പൂരവും ഒക്കെ വളരെയധികം. പെരുവനം നടവഴി മേളത്തിനു വേണ്ടി നിർമ്മിച്ച പെരുവനം നടവഴി 7 ആനകൾക്ക് നിൽക്കുന്നതിനു വേണ്ടി കൃത്യമായി ആ പെരുവനം നടവഴി. ഈ ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പൂരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വലിയ ആശങ്കയിലാണ് എല്ലാ സ്ഥലത്തും വിശ്വാസികളും ദേവസ്വം ഭാരവാഹികളും ഒക്കെ ഉള്ളത്.